ഇനി നമ്മൾ നേരെ ഇടിച്ചിറങ്ങുന്നത് പാമ്പാടി നെഹ്റു കോളേജിലേക്കാണ്. സമരക്കാരെ കൊണ്ട് രക്ഷയില്ലാതായതോടെ സർക്കാർ ഇടപെട്ടപ്പോൾ സമരത്തിനൊരു തീരുമാനമായി. എന്നാൽ കോളേജ് തുറന്നു പ്രവർത്തിക്കുമ്പോൾ ഏത് പേരിലുള്ള കോളേജിലേക്കാണ് കുട്ടികൾ പോകേണ്ടത്? അപ്പോൾ അതറിഞ്ഞില്ലേ, നെഹ്റു കോളേജിൻ്റെ പേര് മാറ്റി. ഇതാ നോക്കൂ, അതിലേക്ക് നയിച്ച കഥകൾ. ഹലോ, ഇവിടെ ഈ മാധവൻകുട്ടിയുടെ വീട് എവിടാ? ഞങ്ങൾ അവിടെ ജോലിക്ക് നിൽക്കാൻ വന്നിരിക്കുന്നതാ. ഞാൻ ഭാർഗവി, ഇതെന്റെ മോൻ സത്യപാലൻ. ഏത് മാധവൻകുട്ടിയുടെ വീടാ? ഞങ്ങള് ജോലിക്ക് നിൽക്കാൻ വന്ന ഒരു മാധവൻകുട്ടിയുടെ വീടില്ലേ, അത് തന്നെ. 5 പെങ്ങന്മാരിലൊരു മാധവൻകുട്ടി ഇവിടെ ഉണ്ട്, അതാണോ? ആ, അത് തന്നെയാ. അവിടുത്തെ പെമ്പിള്ളാരുടെ പിന്നാലെ എപ്പോഴും ആൺകുട്ടികളുടെ ശല്യമാ. അവർക്ക് കാവലിനാ ഞങ്ങള്. വീട്ടിലെ അമ്മയും പുറത്ത് ഞാനും. അത് നന്നായി. ചേടാ, എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. പെമ്പിള്ളാരുടെ പുറകെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്യവന്മാർക്ക് നാണാവില്ലേ കോന്തന്മാര്. അമ്മച്ചി, വീട് ഞങ്ങൾ കാണിച്ചു തരാം. പക്ഷെ അതൊരു വീടല്ല, ലേഡീസ് ഹോസ്റ്റലാ. അവിടുത്തെ വാർഡനാ മാധവൻകുട്ടി. ആദ്യം മകനെ ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് വരാം. നിൽക്കുന്ന ഒരാളെ കണ്ടോ? അതൊരാളല്ലല്ലോ, ഒരുപാട് പേരുണ്ടല്ലോ. എനിക്ക് എല്ലാരെയും കാണാം. അതല്ല, ആ കറുപ്പുടുപ്പിട്ട ആള്. അതാ മാധവൻകുട്ടി. മാധവൻകുട്ടി അതല്ല, പക്ഷെ അയാളോട് ചോദിച്ചാൽ മതി, അയാൾ ആളെ കാണിച്ചു തരും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചോദിക്കുമ്പോൾ വെറും മാധവൻകുട്ടിന്ന് മാത്രം ചോദിച്ചാ പോരാ, ഹിറ്റ്ലർ മാധവൻകുട്ടിന്ന് തന്നെ ചോദിക്കണം. എന്ത് മാധവൻകുട്ടി? ഹിറ്റ്ലർ മാധവൻകുട്ടി. വീട്ടുപേരാ? അതെ. നല്ല പേരല്ലേ? ചെന്ന് ചോദിക്ക, അയാൾ അപ്പ കാണിച്ചു തരും. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഓ, ഇതൊക്കെ എന്ത് താങ്ക് യു. താങ്ക് യു. ഹലോ, ഇവിടെ ഈ ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ വീട് എവിടാ? ഇതെന്താ ചെവി കേട്ടൂടെ? എടോ, ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ വീട് ഏതാണെന്ന്. അപ്പോൾ സർക്കാരിന് വൈകി വരുന്ന ബുദ്ധി കാരണം സമരങ്ങളെല്ലാം അവസാനിക്കുന്നു. എന്നാൽ ഒരു കോളേജിൻ്റെ പേര് മാറ്റിയപ്പോൾ നിങ്ങൾക്കേവർക്കും സമാധാനമായല്ലോ. അങ്ങനെ പാമ്പാടി കൊണ്ടുള്ള ഞങ്ങളുടെ മകുടിയൂത്തും അവിടെ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വൈരുദ്ധ്യാത്മക വരട്ട് തത്വവാദത്തിലേക്കാണ് കടക്കുന്നത്. MA ബേബി ആശാൻ ചോദിക്കുന്നു, ദൈവവിശ്വാസമുള്ളവർക്ക് രാഷ്ട്രീയം പറ്റില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല എന്ന്. എന്നാൽ മാർ ക്രിസോസ്റ്റം പറയുന്നു, ആര് പറഞ്ഞു
ഞങ്ങൾ പാർട്ടിയിൽ വിശ്വസിക്കുന്നില്ലെന്ന്. തന്നെ അതിന് കിട്ടില്ലെന്നും വലിയവനായിരുന്ന തിരുമേനി മറിച്ചടിച്ചു. മതദൈവവിശ്വാസങ്ങൾ ഒരാൾക്ക് പാർട്ടി പ്രവർത്തകനാകുന്നതിന് തടസ്സമാകാൻ പാടില്ല എന്ന് സാബ് EMS വളരെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. നാം മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കണം, എന്നിട്ട് വിമർശിക്കാം. ഞാൻ കമ്മ്യൂണിസ്റ്റുകാർ ദൈവമില്ലെന്ന് പറഞ്ഞതുകൊണ്ട് ദൈവമില്ലാതാകുകയില്ല. അവർ ദൈവമില്ലെന്ന് പറയുന്നില്ല. പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ എന്തുകൊണ്ട് പൂർണ്ണമായി വിജയിക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം പാർട്ടി ഗൗരവമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ദൈവത്തെ പറ്റിയുള്ള ധാരണ എൻ്റെ ഉള്ളിൽ ഒത്തിരി തെറ്റിദ്ധാരണ. യേശു ക്രിസ്തു വന്നപ്പോൾ തന്നെ ലോകത്തിലെ ഉണ്ടായിരുന്ന പല വിശ്വാസത്തെ ചോദ്യം ചെയ്തു. എൻ്റെ അഭിപ്രായം അന്യരോട് പറഞ്ഞിട്ടുണ്ട്, ഇവൻ ദൈവവിശ്വാസം ഇല്ലാത്തവനാണ്. അങ്ങനെ പരാതിയുണ്ട്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത്. അവർ പറയുന്നത് എന്താണ്, പറഞ്ഞതിനെ വ്യാഖ്യാനിക്കാതെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്. ഇത് പാർട്ടിയിൽ എല്ലാ തലങ്ങളിലും ചർച്ച ചെയ്ത് ഇത് സംബന്ധിച്ച് പാർട്ടിക്ക് കൂട്ടായ ഒരു പൊതുബോധം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ പാർട്ടി സഖാക്കൾക്കിടയിൽ, പാർട്ടി നേതാക്കന്മാർക്കിടയിൽ കാഴ്ചപ്പാടിൽ, ഊന്നലിൽ ചില വ്യത്യാസങ്ങളുണ്ട്. പാർട്ടിക്കുള്ളിൽ ഇത് ഗൗരവമായിട്ട് ചർച്ച ചെയ്യാൻ പോവുക. കമ്മ്യൂണിസ്റ്റുകാരിന്ന് സഭയ്ക്ക് ദോഷം എന്തോ ഒന്നും ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല. മറ്റ് യൂറോപ്പിലൊക്കെ കണ്ടോടൊക്കെ കേരളത്തിൽ അവരെ ഒരുത്തരെയും ദൈവവിശ്വാസി ആയതുകൊണ്ട് ഉപദ്രവിച്ചിട്ടില്ല. ഉണ്ടോ? എന്നാൽ പണവിശ്വാസി ആയതുകൊണ്ട് ഉപദ്രവിച്ചിട്ടില്ല. ഇന്ന് സഭ പണത്തെ ദൈവമാക്കുന്നു, അതിന് സഭയെ എതിർക്കുന്നത് ഞാൻ കാണുന്ന അതാണ്. ഹിന്ദുമതത്തിലും ഇസ്ലാമിലും ക്രിസ്തുമതത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ആ മതങ്ങളുടെ ആചാരങ്ങൾ പിന്തുടരുന്ന ഒരുപാട് ആളുകൾ ഇപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളായിട്ടുണ്ട്, CPIM അംഗങ്ങളായിട്ടുണ്ട്. എന്നാലും ചില സ്ഥലത്ത് ഇങ്ങനെല്ലാമുള്ള വിശ്വാസങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേരുന്നതിന് തടസ്സമാണ് എന്ന് വിശ്വാസികൾ പലരും ധരിച്ചു വെച്ചിട്ടുണ്ട്. വിശ്വാസികളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗങ്ങളായി ഉൾപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാരായ ചില സഖാക്കളും തെറ്റിദ്ധരിച്ച് പോകുന്നുണ്ട്. ഇത് രണ്ടും തിരുത്തേണ്ടതുണ്ട് എന്നാണ് കാണുന്നത്. പണത്തെ ദൈവമാക്കുന്ന സഭാവിശ്വാസത്തെ ചോദ്യം ചെയ്യുകയും അതിനെ നശിപ്പിക്കുകയും ചെയ്യാൻ കമ്മ്യൂണിസ്റ്റുകാർ അതിനോട് ഞാൻ യോജിപ്പുകാരൻ. എന്നാൽ കമ്മ്യൂണിസത്തിൽ ഞാൻ ചേരാൻ തയ്യാറാണ്. അപ്പോൾ എല്ലാവർക്കും സംഗതി പിടികിട്ടിയല്ലോ. ഇതെല്ലാം കേട്ട് തല പെരുകിയ സ്ഥിതിക്ക് ഇടവേളയിലേക്ക് കടക്കുകയാണ്. ഒരു കട്ടൻ ചായ കുടിച്ച് പെട്ടെന്ന് വരാം.